നമസ്കാരം കൂട്ടുകാരെ, സക്സസ് PSCയുടെ അടുത്ത അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഭരണഘടനയും വഴികാട്ടിയും. എന്താണ് ഭരണഘടനയും വഴികാട്ടിയും? അപ്പോൾ ഈ ചാപ്റ്ററിൽ എന്തൊക്കെ പറയുന്നതെന്ന് നമുക്ക് നോക്കാം. യങ് ഇന്ത്യ 1931 ഗാന്ധിജി പുറത്തിറക്കിയ പത്രമാണ് യങ് ഇന്ത്യ. ഗാന്ധിജിയുടെ പത്രമാണ് യങ് ഇന്ത്യ. 1931 ഗാന്ധിജി പുറത്തിറക്കിയത്. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ ഉയർന്നുവന്ന ആദ്യത്തെ ബഹുജന സമരമായിരുന്നു 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം. എന്താണ്? ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ ഉയർന്നുവന്ന ആദ്യത്തെ ബഹുജന സമരമായിരുന്നു 1857 സ്വാതന്ത്ര്യ സമരം. എപ്പോഴാണ് ഗാന്ധിജി യങ് ഇന്ത്യ പത്രം പുറത്തിറക്കിയത്? 1931. എപ്പോഴാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം അരങ്ങേറിയത്? 1857. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് INC രൂപീകൃതമായത് 1885. INC രൂപീകൃതമായത് 1885. ഇതിൻ്റെ ലക്ഷ്യങ്ങൾ: ഇന്ത്യയിലെ വിവിധ ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക. ഇന്ത്യയിലെ വിവിധ ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ അധികാരിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുക. ജാതിമത പ്രാദേശിക ചിന്തകൾക്കതീതമായി ജനങ്ങൾക്കിടയിൽ ദേശീയബോധം വളർത്തുക. ജാതിമത പ്രാദേശിക ചിന്തകൾക്കതീതമായി ജനങ്ങൾക്കിടയിൽ ദേശീയബോധം വളർത്തുക. ഇന്ത്യയിലെ ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങളെ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക. ജാതിമത പ്രാദേശിക ചിന്തകൾക്കതീതമായിട്ട് ജനങ്ങളിലെ ദേശീയ ബോധം വളർത്തുക എന്നതാണ് INCയുടെ പ്രധാന ലക്ഷ്യം. INC രൂപീകൃതമായത് 1885. INCയുടെ രൂപീകരണത്തോടെ ദേശീയ തലത്തിൽ ബ്രിട്ടീഷ് വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക് ഒരു സംഘടിതമാനം കൈവന്നു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് എപ്പോഴാണ്? 1947 ഓഗസ്റ്റ് 15. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് 1947 ഓഗസ്റ്റ് 15. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നതോ? 1950 ജനുവരി 26. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26. ബ്രിട്ടീഷുകാർ 1935 പാസാക്കിയ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന നിയമസംഹിതയാണ് റിപ്പബ്ലിക് ആവുന്നതുവരെ ഇന്ത്യ പിന്തുടർന്നത്. എപ്പോഴാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പാസാക്കിയത്? 1935. ഇനി 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൻ്റെ സവിശേഷതകൾ: ഒന്നാമത്തേത്, 6 പ്രവിശ്യകളിൽ ദ്വിമണ്ഡല സഭകൾ രൂപീകരിച്ചു. കേന്ദ്രത്തിൽ ദ്വിമണ്ഡല സഭ. 321 വിഭാഗങ്ങളും 10 പട്ടികകളും. ദുർബല വിഭാഗങ്ങൾ, സ്ത്രീകൾ, തൊഴിലാളികൾ എന്നിവർക്ക് പ്രത്യേക മണ്ഡലങ്ങൾ. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യ സന്ദർശിച്ച വർഷമാണ് 1946. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യ സന്ദർശിച്ചത് 1946. 1946 അധികാര കൈമാറ്റം ചർച്ച ചെയ്യുന്നതിനായിട്ട് ഇന്ത്യ സന്ദർശിച്ച ക്യാബിനറ്റ് മിഷൻ്റെ പ്രധാന നിർദ്ദേശങ്ങളിൽ ഒന്നായിരുന്നു സ്വതന്ത്ര ഇന്ത്യക്കായുള്ള ഒരു നിയമസംഹിത. ഈ ലക്ഷ്യം മുൻനിർത്തിയാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമാവുന്നത്. എന്താണ്? 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യൻ ആക്ടിൻ്റെ സവിശേഷതകളിൽ ഒന്ന്, 6 പ്രവിശ്യകളിൽ ദ്വിമണ്ഡല സഭകൾ, കേന്ദ്രത്തിൽ ദ്വിമണ്ഡല സഭ, 321 വിഭാഗങ്ങളും 10 പട്ടികകളും. അതുപോലെ ദുർബല വിഭാഗങ്ങൾ, സ്ത്രീകൾ, തൊഴിലാളികൾ എന്നിവർക്ക് പ്രത്യേക മണ്ഡലങ്ങൾ. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യ സന്ദർശിച്ചത് 1946. 1946 അധികാര കൈമാറ്റം ചർച്ച ചെയ്യുന്നതിനായി ഇന്ത്യ സന്ദർശിച്ച ക്യാബിനറ്റ് മിഷൻ്റെ പ്രധാന നിർദ്ദേശങ്ങളിൽ ഒന്നായിരുന്നു സ്വതന്ത്ര ഇന്ത്യക്കായുള്ള ഒരു നിയമസംഹിത. ഈ ലക്ഷ്യം മുൻനിർത്തിയാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായത്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ സവിശേഷതകൾ: ആദ്യ സമ്മേളനം നടക്കുന്നത് 1946 ഡിസംബർ 9. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടക്കുന്നത് 1946 ഡിസംബർ 9. തിരഞ്ഞെടുക്കപ്പെട്ട അധ്യക്ഷനാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ആരാണ് തിരഞ്ഞെടുക്കപ്പെട്ട
അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഭരണഘടന അംഗീകരിച്ച് ഒപ്പുവെച്ചത് 1949 നവംബർ 26. ഭരണഘടന അംഗീകരിച്ച് ഒപ്പുവെച്ചത് 1949 നവംബർ 26. എന്നാൽ ഭരണഘടന നിലവിൽ വന്നത് എപ്പോഴാണ്? 1950 ജനുവരി 26. ആ ജനുവരി 26 എന്താ? ഇന്ത്യ റിപ്പബ്ലിക്കായി. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാനാണ് ഡോക്ടർ BR അംബേദ്കർ. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ BR അംബേദ്കർ. ഈ ഭരണഘടനാ നിർമ്മാണ കാലയളവ് 2 വർഷവും 11 മാസവും 17 ദിവസവും. ഭരണഘടന നിർമ്മാണത്തിനെടുത്ത കാലയളവ് 2 വർഷം 11 മാസം 17 ദിവസം. ഇനി ഭരണഘടനയുടെ മുഖ്യ ശില്പിയാണ് ഡോക്ടർ BR അംബേദ്കർ. ഭരണഘടനയുടെ മുഖ്യ ശില്പിയാണ് BR അംബേദ്കർ. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന ഇന്ത്യയുടേതാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഭരണഘടന ഇന്ത്യയുടേതാണ്. 1950 ജനുവരി 26 നിലവിൽ വന്ന ഇന്ത്യൻ ഭരണഘടനയിൽ 22 ഭാഗങ്ങളും 395 അനുച്ഛേദങ്ങളും 8 പട്ടികകളും ഉണ്ടായിരുന്നു. 1950 ജനുവരി 26 നിലവിൽ വന്ന ഭരണഘടനയിൽ 22 ഭാഗങ്ങൾ, 395 അനുച്ഛേദങ്ങൾ, 8 പട്ടികകൾ. ഇതാണ് നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സവിശേഷതകൾ. മനസ്സിലായല്ലോ? ഇനി നമുക്ക് ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷത നോക്കാം. ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷത. ഒന്നാമത്തേത് പാർലമെൻ്ററി ജനാധിപത്യ ഭരണം. രാജ്യത്തെ ഭരണാധികാരികളെ നിയമനിർമ്മാണ സഭകൾ നിയന്ത്രിക്കുന്നു. എന്താണ് പാർലമെൻ്ററി ജനാധിപത്യ ഭരണം? രാജ്യത്തെ ഭരണാധികാരികളെ നിയമനിർമ്മാണ സഭകൾ നിയന്ത്രിക്കുന്നതാണ് പാർലമെൻ്ററി ജനാധിപത്യം. അടുത്തത് ജനങ്ങളുടെ പരമാധികാരം. രാഷ്ട്രത്തിൻ്റെ എല്ലാ അധികാരങ്ങളും ഉത്ഭവിക്കുന്നത് ജനങ്ങളിൽ നിന്നാണ്. എന്താണ് ജനങ്ങളുടെ പരമാധികാരം? രാഷ്ട്രത്തിൻ്റെ എല്ലാ അധികാരങ്ങളും ഉത്ഭവിക്കുന്നത് ജനങ്ങളിൽ നിന്നാണ്. മൂന്നാമത്തേത് മൗലിക അവകാശങ്ങൾ. ഓരോ വ്യക്തിക്കും രാഷ്ട്രം ഉറപ്പുവരുത്തേണ്ട ചില അടിസ്ഥാന അവകാശങ്ങളുണ്ട്. അതിനെയാണ് നമ്മൾ മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത്. ഓരോ വ്യക്തിക്കും രാഷ്ട്രം ഉറപ്പുവരുത്തേണ്ട ചില അടിസ്ഥാന അവകാശങ്ങളുണ്ട്. അവയാണ് മൗലിക അവകാശങ്ങൾ. അടുത്തത് മൗലിക കടമകൾ. ഓരോ വ്യക്തിയും രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങളാണ് മൗലിക കടമകൾ. ഓരോ വ്യക്തിയും രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങളാണ് മൗലിക കടമകൾ. അടുത്തത് മാർഗനിർദ്ദേശക തത്വങ്ങൾ. സാമൂഹിക സാമ്പത്തിക അവകാശങ്ങൾ ഉറപ്പുവരുത്തുന്നതിനായി രാഷ്ട്രത്തിന് നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങളാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ. എന്താണ് സാമൂഹിക സാമ്പത്തിക അവകാശങ്ങൾ ഉറപ്പുവരുത്തുന്നതിനായി രാഷ്ട്രത്തിന് നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ. അടുത്തതായി നിയമവാഴ്ച. എല്ലാ പൗരന്മാരും നിയമത്തിന് വിധേയരാണ്. ആരും നിയമത്തിന് അതീതരല്ല. നിയമവാഴ്ചയിൽ എന്താണ് പറയുന്നത്? എല്ലാ പൗരന്മാരും നിയമത്തിന് വിധേയരാണ്. ആരും നിയമത്തിന് അതീതരല്ല. ഏഴാമത്തേത് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം. നിശ്ചിത പ്രായം പൂർത്തിയായ എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള അവകാശമാണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം. ഇതാണ് നിശ്ചിത പ്രായപൂർത്തിയായ എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള അവകാശം. സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ. നിയമനിർമ്മാണ കാര്യനിർവഹണ വിഭാഗങ്ങളിൽ നിന്നും സ്വതന്ത്രമാക്കപ്പെട്ട കോടതി സംവിധാനം. എന്താണ് സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ? നിയമനിർമ്മാണ കാര്യനിർവഹണ വിഭാഗങ്ങളിൽ നിന്നും സ്വതന്ത്രമാക്കപ്പെട്ട കോടതി സംവിധാനമാണ് നിലവിലുള്ളത്. പിന്നെ ഫെഡറലിസം. അധികാരം കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായി വിഭജിക്കപ്പെടുന്ന സംവിധാനമാണ് ഫെഡറലിസം. എന്താണ് ഫെഡറലിസം? അധികാരം കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായി വിഭജിക്കപ്പെടുന്ന സംവിധാനമാണ് ഫെഡറലിസം. ഏകപൗരത്വം. രാജ്യത്ത് ഒരൊറ്റ പൗരൻ മാത്രമേ ഉള്ളൂ. രാജ്യത്ത് ഒരൊറ്റ പൗരൻ മാത്രമേ ഉള്ളൂ. സംസ്ഥാനങ്ങൾക്കായിട്ട് പ്രത്യേക പൗരത്വമില്ല. ഏകപൗരത്വം. രാജ്യത്ത് ഒറ്റ പൗരൻ മാത്രമേ ഉള്ളൂ. സംസ്ഥാനത്തിന് പ്രത്യേക പൗരത്വമില്ല. ഇനി നമുക്ക് രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാന നിയമസംഹിതയാണ് ഭരണഘടന. രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാന നിയമസംഹിതയാണ് ഭരണഘടന. ഭരണഘടന അനുസൃതമായി നിർമ്മിക്കപ്പെട്ട നിയമങ്ങൾ നോക്കാം. ഭരണഘടനാനുസൃതമായിട്ട് നിർമ്മിക്കപ്പെട്ട നിയമങ്ങളാണ് വനം വന്യജീവി സംരക്ഷണം. ഇതാണ് വനം വന്യജീവി സംരക്ഷണ നിയമം, ദേശീയ സുരക്ഷാ നിയമം, ദുരന്ത നിവാരണ നിയമം,
ദുരന്ത നിവാരണ നിയമം, ബാലവേല നിരോധിത നിയമം, ബാലവേല നിരോധിത നിയമം, ഭക്ഷ്യസുരക്ഷാ നിയമം, ഭക്ഷ്യസുരക്ഷാ നിയമം, ഭൂപരിഷ്കരണ നിയമം, വിവരാവകാശ നിയമം, ഇതാണ് വിവരാവകാശ നിയമം, ബാലനീതി നിയമം, ബാലനീതി നിയമം, തൊഴിൽ നിയമം, ഇതാണ് ബാലനീതി നിയമം, തൊഴിൽ നിയമം, അഴിമതി നിരോധന നിയമം, അഴിമതി നിരോധന നിയമം, വിദ്യാഭ്യാസ അവകാശ നിയമം, വിദ്യാഭ്യാസ അവകാശ നിയമം, പരിസ്ഥിതി സംരക്ഷണ നിയമം, പരിസ്ഥിതി സംരക്ഷണ നിയമം. ഇത്രയും നിയമങ്ങളാണ് ഭരണഘടനാനുസൃതമായിട്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള നിയമങ്ങൾ. കുട്ടികൾക്ക് നേരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ തടയാനും കുറ്റവാളികൾക്ക് തക്ക ശിക്ഷ ഉറപ്പുവരുത്താനും 1989 കുട്ടികളുടെ അവകാശ ഉടമ്പടി ലക്ഷ്യമാക്കുന്നു. അപ്പോൾ ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കേണ്ടതുണ്ട്. കുട്ടികൾക്ക് നേരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ തടയാനും കുറ്റവാളികൾക്ക് തക്ക ശിക്ഷ ഉറപ്പുവരുത്താനും 1989 കുട്ടികളുടെ അവകാശ ഉടമ്പടി ലക്ഷ്യം വെക്കുന്നു. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങൾ ലിംഗഭേദമന്യേ നടപ്പിലാക്കുന്നതിനും ബാലസൗഹൃദ നടപടികൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടും നിലവിൽ വന്ന നിയമമാണ് പോക്സോ ആക്ട്. പോക്സോ ആക്ട് നിലവിൽ വന്നത് 2012 പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസ് ആക്ട്. ഇപ്പോഴാണ് 1989 കുട്ടികളുടെ അവകാശ ഉടമ്പടി ലക്ഷ്യം വെച്ചത്. എന്നാൽ പോക്സോ നിയമം നിലവിൽ വന്നത് 2012. പോക്സോ ആക്ട് പ്രകാരം 18 വയസ്സിന് താഴെയുള്ള ഏതൊരാളിനെയും കുട്ടിയായി പരിഗണിക്കുന്നു. എത്ര വയസ്സാണ് പോക്സോ ആക്ട് പ്രകാരം കുട്ടിയായി പരിഗണിക്കുന്നതിനുള്ള പ്രായം? 18 വയസ്സാണ് പോക്സോ ആക്ട് പ്രകാരം കുട്ടിയായി പരിഗണിക്കുന്നതിനുള്ള പ്രായം. ലൈംഗികാതിക്രമ കേസുകൾ ഉണ്ടായാൽ അവ റിപ്പോർട്ട് ചെയ്യേണ്ടത് വകുപ്പ് 19 പ്രകാരമാണ്. ലൈംഗികാതിക്രമ കേസുകൾ ഉണ്ടായാൽ അവ റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ടത് വകുപ്പ് 19 പ്രകാരം. സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റോ ലോക്കൽ പോലീസോ ആണ് ഇത് റിപ്പോർട്ട് ചെയ്യേണ്ടത്. ആരാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്? സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റോ അല്ലെങ്കിൽ ലോക്കൽ പോലീസോ ആണ്. പോക്സോ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥർ ചൈൽഡ് വെൽഫെയർ പോലീസ് ഓഫീസർ എന്നറിയപ്പെടുന്നു. പോക്സോ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥർ ചൈൽഡ് വെൽഫെയർ പോലീസ് ഓഫീസർ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ലൈംഗികാതിക്രമ കേസുകൾ ഉണ്ടായാൽ അവർ റിപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ വകുപ്പ് എത്രയാണ്? വകുപ്പ് 19. സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റോ അല്ലെങ്കിൽ ലോക്കൽ പോലീസിനോ നമുക്ക് കേസ് ഫയൽ ചെയ്യാം. എന്നാൽ പോക്സോ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥർ ആരാണ്? ചൈൽഡ് വെൽഫെയർ പോലീസ് ഓഫീസർ. ഇനി കേരള സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ പോക്സോ നിയമത്തിൻ്റെ 44 വകുപ്പ് പ്രകാരം നിരീക്ഷണ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. 44 വകുപ്പ് പ്രകാരം എന്താണ്? നിരീക്ഷണ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ഭരണഘടനയുടെ ധർമ്മങ്ങൾ. അടുത്തത് നമുക്ക് ഭരണഘടനയുടെ ധർമ്മങ്ങൾ നോക്കാം. രാജ്യത്തെ എല്ലാ ഭരണ സംവിധാനങ്ങളും ഭരണഘടനയ്ക്ക് വിധേയമായാണ് പ്രവർത്തിക്കുന്നതെന്ന് ഉറപ്പുവരുത്തുക. പൗരന്മാരുടെ അവകാശങ്ങളും കടമകളും സ്ഥാപിക്കുന്നു. ഗവൺമെൻറ്റിൻ്റെ അധികാരങ്ങളും പരിമിതികളും വ്യക്തമാക്കുന്നു. രാജ്യത്തിൻ്റെ അടിസ്ഥാന മൂല്യങ്ങളും ആദർശങ്ങളും നിർവചിക്കുന്നു. സ്വേച്ഛാധിപത്യത്തിനും അധികാര ദുർവിനിയോഗത്തിനുമെതിരായ സംരക്ഷണ കവചമായി വർത്തിക്കുന്നു. എന്തൊക്കെയാണ് ഭരണഘടനയുടെ ധർമ്മം? പൗരന്മാരുടെ അവകാശങ്ങളും കടമകളും സ്ഥാപിക്കുന്നു. രാജ്യത്തെ എല്ലാ ഭരണ സംവിധാനങ്ങളും ഭരണഘടനയ്ക്ക് വിധേയമായാണ് പ്രവർത്തിക്കുന്നതെന്ന് ഉറപ്പുവരുത്തുന്നു. പൗരരുടെ അവകാശങ്ങളും കടമകളും സ്ഥാപിക്കുന്നു. ഗവൺമെൻറ്റിൻ്റെ അധികാരങ്ങളും പരിമിതികളും വ്യക്തമാക്കുന്നു. രാജ്യത്തിൻ്റെ അടിസ്ഥാന മൂല്യങ്ങളും ആദർശങ്ങളും നിർവചിക്കുന്നു. സ്വേച്ഛാധിപത്യത്തിനും അധികാര ദുർവിനിയോഗത്തിനും എതിരായ സംരക്ഷണ കവചമായി പ്രവർത്തിക്കുന്നു. കാലാനുസൃതമായ മാറ്റങ്ങൾ വരുത്താവുന്ന ഒന്നാണ് നമ്മുടെ ഭരണഘടന. മാറുന്ന സാമൂഹിക ആവശ്യങ്ങൾ പരിഗണിച്ച് ഭരണഘടനയിൽ മാറ്റം വരുത്തുന്ന പ്രക്രിയയാണ് നമ്മൾ ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത്. 368 വകുപ്പ് പ്രകാരം ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? പാർലമെൻറ്റിനാണ് ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം. 368 വകുപ്പ് പ്രകാരമാണ് ഭരണഘടന ഭേദഗതി ചെയ്യുന്നത്. ഭേദഗതി ചെയ്യാനുള്ള അധികാരം പാർലമെൻറ്റിനാണ്. എന്നാൽ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയെ ഭേദഗതി ചെയ്യാൻ പാടുള്ളതല്ല. ഭരണഘടനയുടെ അടിസ്ഥാന ഘടന ഭേദഗതി ചെയ്യാൻ പാടുള്ളതല്ല. പ്രധാനപ്പെട്ട ചില ഭരണഘടനാ ഭേദഗതികൾ നോക്കാം.
ഒന്നാമത്തെ ഭരണഘടനാ ഭേദഗതി 1951 പട്ടികകളുടെ എണ്ണം 9 1951 പട്ടികകളുടെ എണ്ണം 9. പിന്നെ 42ാം ഭരണഘടനാ ഭേദഗതി 1976 മതേതരത്വം, സോഷ്യലിസം, അഖണ്ഡത എന്നിവ കൂട്ടിച്ചേർത്തു. ഇത് ചെറു ഭരണഘടന എന്ന് അറിയപ്പെടുന്നു. 1976 42ാം ഭേദഗതി വഴിയാണ് മതേതരത്വം, സോഷ്യലിസം, അഖണ്ഡത എന്നീ വാക്കുകൾ ഭരണഘടനയുടെ ആമുഖത്തിൽ എഴുതിച്ചേർത്തത്. ഭരണഘടനയിൽ വേറെയും ചില മാറ്റങ്ങൾ ഈ ഭേദഗതിയിലൂടെ വരുത്തിയിട്ടുണ്ട്. സുപ്രധാനമായ നിരവധി മാറ്റങ്ങൾ വരുത്തിയതിനാൽ ഈ ഭേദഗതിയെ ചെറു ഭരണഘടന എന്ന് വിളിക്കുന്നു. അപ്പോൾ ചെറു ഭരണഘടന എന്നറിയപ്പെടുന്നത് 42ാം ഭേദഗതിയാണ്. ഇനി 44ാം ഭേദഗതി 1978 എപ്പോഴാണ്? 1978 44ാം ഭേദഗതി. അതെന്താണ്? സ്വത്തവകാശം മൗലികാവകാശം അല്ലാതാക്കി മാറ്റിയ ഭേദഗതിയാണ് 1978 44ാം ഭേദഗതി. പിന്നെ 73, 74 ഭേദഗതി നടക്കുന്നത് 1992. 73ാം ഭരണഘടനാ ഭേദഗതി പഞ്ചായത്തി രാജും 74ാം ഭരണഘടനാ ഭേദഗതി എന്താണ്? നഗരപാലികാ നിയമമാണ്. അപ്പോൾ 42ാം ഭേദഗതി നടക്കുന്നത് 1976. ഒന്നാമത്തെ ഭേദഗതി 1951. ചെറു ഭരണഘടന എന്നറിയപ്പെടുന്നത് 42ാം ഭേദഗതി. സ്വത്തവകാശത്തെ മൗലികാവകാശം അല്ലാതാക്കി മാറ്റിയത് 44ാം ഭേദഗതി. പഞ്ചായത്തി രാജ് 73, നഗരപാലിക 74. അപ്പോൾ 86ാം ഭേദഗതി എന്താണെന്ന് നോക്കാം. 2002 വിദ്യാഭ്യാസം മൗലികാവകാശമാക്കി മാറ്റി. അതാണ് 86ാം ഭേദഗതി. ഇതിലെ വ്യവസ്ഥകൾ ഭരണഘടനയിൽ 21A വകുപ്പായി ചേർത്തിട്ടുണ്ട്. ഇതനുസരിച്ച് 2009 ഓഗസ്റ്റ് 4 നിലവിൽ വന്ന നിയമമാണ് വിദ്യാഭ്യാസ അവകാശ നിയമം. 2009 ഓഗസ്റ്റ് 4 നിലവിൽ വന്ന നിയമമാണ് വിദ്യാഭ്യാസ അവകാശ നിയമം. 2009 ഈ നിയമപ്രകാരം 6 മുതൽ 14 വയസ്സുവരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായിട്ടുള്ള വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നു. 6 മുതൽ 14 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസമാണ് ഇതുവഴി ഉറപ്പുവരുത്തുന്നത്. 101ാം ഭേദഗതി എന്താണ്? 2016 101ാം ഭേദഗതി നടക്കുന്നത്. ചരക്ക് സേവന നികുതി GST ഭേദഗതി എത്രയാണ്? 101. 2016 ഈ ഭേദഗതി നടക്കുന്നത്. അപ്പോൾ ഇത്രയും ഭേദഗതികൾ നമ്മൾ പറഞ്ഞു. ഇനി നമുക്കൊരു കേശവാനന്ദ ഭാരതി കേസ് നോക്കാം. അതായത് നമ്മൾ പറഞ്ഞു ഭരണഘടനയുടെ അടിസ്ഥാന ഘടന ഭേദഗതി ചെയ്യാൻ പാടില്ലെന്ന് നമ്മൾ പറഞ്ഞില്ലേ. അപ്പോൾ അടിത്തറ ഇളക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് 1973 കാസർഗോഡ് എടനീർ മഠത്തിൻ്റെ അധിപനായിരുന്ന കേശവാനന്ദ ഭാരതി കേരള സർക്കാരിനെതിരെ നൽകിയ കേസാണ് ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ യാതൊരു മാറ്റവും വരുത്താൻ പാടില്ലെന്ന് സുപ്രീം കോടതി വിധിച്ചത്. എപ്പോഴാണ്? 1973 കേശവാനന്ദ ഭാരതി ഏത് മഠത്തിൻ്റെ അധിപനായിരുന്നു? എടനീർ മഠത്തിൻ്റെ അധിപനായിരുന്ന കേശവാനന്ദ ഭാരതി ആർക്കെതിരെയാണ്? കേരള സർക്കാരിനെതിരെ നൽകിയ കേസായിരുന്നു. ആ കേസിലായിരുന്നു ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ യാതൊരു മാറ്റവും വരുത്താൻ പാടില്ലെന്ന് സുപ്രീം കോടതി വിധിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി നിയമങ്ങൾ നടപ്പിലാക്കുമ്പോൾ എന്താണ്? വിവിധ തരത്തിലുള്ള വെല്ലുവിളികൾ നമ്മൾ സ്വീകരിക്കേണ്ടി വരും. ജനങ്ങളുടെ വ്യത്യസ്തമായ താല്പര്യങ്ങൾ, ജനഹിതം പൂർണ്ണമായും ഉൾക്കൊള്ളാത്ത നിയമനിർമ്മാണങ്ങൾ, നിയമങ്ങളെക്കുറിച്ചുള്ള അറിവില്ലായ്മ, ഇവയാണ് നിയമങ്ങൾ നടപ്പിലാക്കുമ്പോൾ നേരിടുന്ന വിവിധ തരം വെല്ലുവിളികൾ. വ്യത്യസ്തമായ താല്പര്യങ്ങളുള്ള സമൂഹമാണ് നമ്മുടേത്. എങ്കിലും പൊതു നിയമങ്ങൾ അനുസരിക്കാൻ എല്ലാവരും ഭരണഘടനാപരമായിട്ട് ബാധ്യസ്ഥരാണ്. പുതിയ നിയമങ്ങൾ രൂപീകരിക്കപ്പെടുമ്പോൾ അവയ്ക്കെതിരെയുള്ള അഭിപ്രായങ്ങളും സമരങ്ങളും ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ട്. അത് ജനാധിപത്യ സമൂഹത്തിൽ സ്വാഭാവികമാണ്. ഇങ്ങനെ ഉയരുന്ന എതിർപ്പുകളെ ഭരണഘടനാപരമായും ജനാധിപത്യപരമായിട്ടും സമീപിക്കേണ്ടതാണ്. വൈവിധ്യങ്ങളും വൈജാത്യങ്ങളും ഏറെയുള്ള നമ്മുടെ സമൂഹത്തിൽ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന മൂല്യങ്ങൾ
പൗരസമൂഹം ഉൾക്കൊള്ളുന്നതിലൂടെ മാത്രമേ ഇന്ത്യയെ പരമാധികാര സ്ഥിതിസമത്വ മതേതരത്വ ജനാധിപത്യ റിപ്പബ്ലിക്കായിട്ട് ഉയർത്താൻ വേണ്ടി സാധിക്കൂ. ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. മറ്റൊരു ചാപ്റ്ററുമായി നമുക്ക് വീണ്ടും കാണാം.